ഇന്ത്യൻ ഫിലോസഫിയിലെ നോക്കുമ്പോൾ വേദാസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഓർത്തഡോക്സ് സിസ്റ്റം എന്നും വേദാസിന്റെ അതോറിറ്റിയെ അക്സെപ്റ്റ് ചെയ്യാത്തവരെ ഹെറ്ററോക്സ് സിസ്റ്റം എന്നും പറയുന്നുണ്ട്. ഇത് ഓർത്തഡോക്സിനെ തന്നെയാണ് ആസ്തിക ദർശനം എന്ന് പറയുന്നത്, ഹെറ്ററോക്സിനെയാണ് നാസ്തിക ദർശനം എന്ന് പറയുന്നത്. ഈ ഓർത്തഡോക്സ് സിസ്റ്റത്തിൽ 6 സിസ്റ്റം ഉണ്ട്. അതായത് ന്യായ, സാഖ്യ, ന്യായ, വൈശേഷിക, സാഖ്യ, യോഗ, ഉത്തരമീമാംസ, പൂർവമീമാംസ. ഇനി നേരെ ഇപ്പുറത്ത് ഹെറ്ററോക്സ് നോക്കിയാൽ അവിടെ 3 സിസ്റ്റേ ഉള്ളൂ, അല്ലെങ്കിൽ 3 സ്കൂളേ ഉള്ളൂ: ബുദ്ധിസം, ജൈനിസം, ചാർവാക. ഈ 9 സിസ്റ്റം, അതായത് ഈ 6ഉം 3ഉം 9 സിസ്റ്റത്തിന്റെ കുറച്ച് ടേംസ്, അതായത് പ്രമേയ, പ്രമാദ, പ്രമാണ, പിന്നെ പ്രമന്യവാദ, ഖ്യാതിവാദ, ഈ 6 കാര്യങ്ങളുടെ ബേസിൽ ഇതിനെ ഓരോന്നിനെയും കമ്പയർ ചെയ്യുന്നതാണ് സെക്കൻഡ് മൊഡ്യൂൾ. ഇനി ഓരോന്നായിട്ട് ഓരോ സിസ്റ്റത്തിലും നമ്മൾ ഈ 6 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു പോവുകയാണ്. ആദ്യത്തത് ന്യായയിലാണ് തുടങ്ങുന്നത്. ഏറ്റവും വലിയ ടോപ്പിക്കും അത്യാവശ്യം കുറെ പഠിക്കാനുള്ളതും ന്യായയിലാണ്. അതിനു മുമ്പ് ഈ പ്രമേയൊക്കെ എന്താണെന്ന് പറഞ്ഞു തുടങ്ങാം. എന്ന് പറഞ്ഞാൽ ട്രൂ നോളജ് അല്ലെങ്കിൽ വാലിഡ് നോളജ് എന്നാണ് അർത്ഥം. അതായത് ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ട്രൂത്തിനെ കുറിച്ചുള്ള കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് നമുക്ക് പ്രമേയെക്കുറിച്ച് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നത്. ഈ നോളജ്, എന്ന് പറയുന്ന നോളജ് എപ്പോഴും ഡൗട്ടിൽ നിന്ന് ഫ്രീ ആയിരിക്കും. അതിലൊരിക്കലും എറർ ഉണ്ടാവുകയില്ല. അതായത് നമ്മൾ ക്ലാസിക്കൽ എക്സാമ്പിൾ പറയുന്നത്, നമ്മൾ നടന്നു പോകുന്നു, ഇരുട്ടത്ത് ഒരു സ്നേക്കിനെ കണ്ടു, എന്തോ ഒരു സാധനം കണ്ടു, അത് പാമ്പാണെന്ന് വിചാരിച്ച് നമ്മൾ പേടിച്ച് ഓടി. പക്ഷെ പിന്നെ വന്ന് ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ അതെന്തായിരുന്നു? കയറായിരുന്നു. ഇതാണ് ക്ലാസിക്കൽ എക്സാമ്പിൾ. പക്ഷെ ഈ എന്ന് പറയുന്ന സാധനമാണ് അവിടെ ഉള്ളതെങ്കിൽ എന്തായിരിക്കും? റോപ്പിനെ നമ്മൾ റോപ്പായിട്ട് തന്നെ, കയറിനെ കയറായിട്ട് തന്നെ കാണുള്ളൂ, വേറെ ഒന്നുമായിട്ടും കാണില്ല. ഇതാണ് വാലിഡ് ഓർ ട്രൂ നോളജ്. ഇനി രണ്ടാമത്തത് പ്രമേയ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഓഫ് നോളജ് എന്നാണ് അർത്ഥം. അതായത് നമ്മൾ എന്തിനെ കുറിച്ചാണോ അറിയാൻ ശ്രമിക്കുന്നത്, ഓക്കെ, ആ നോളജിന് ഒരു തലം കാണൂല. അതായത് എന്തിനെ കുറിച്ചാണോ ഉള്ള നോളജാണ്, ഒബ്ജക്റ്റ് ഓഫ് നോളജിനെയാണ് പ്രമേയ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു ട്രീയെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ ട്രീ ആണ് അവിടുത്തെ പ്രമേയ. ഓക്കെ. ഇനി മൂന്നാമത്തത് പ്രമാദ പറയുന്നത് നോയർ ഓർ ദ സബ്ജക്റ്റ്. അതായത് ആരാണോ ഈ നോളജിനെ അക്വയർ ചെയ്യാൻ ശ്രമിക്കുന്നത് അയാളാണ് ഈ പ്രമാദ എന്ന് പറയുന്നത്. പ്രമാദ ഇസ് ദ പേഴ്സൺ ഓർ കോൺഷ്യസ്നസ് ദാറ്റ് ഗെയിൻസ് ദ നോളജ്. പേഴ്സൺ തന്നെ ആവണമെന്നില്ല, അത് അക്വയർ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കോൺഷ്യസ്നസ്സും ആകാം. അതായത് ഇപ്പോൾ ഞാനാണ് ആ ട്രീ എന്ന് പറയുന്ന പ്രമേയെ, ആ ഒബ്ജക്റ്റിനെ പഠിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ, നോളജ് അക്വയർ ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ ഞാനാണ് അവിടുത്തെ പ്രമാദ. പ്രിൻസ് എന്ന് പറയുന്ന ഞാനാണ് അവിടുത്തെ നോയർ ഓർ ദ സബ്ജക്ട്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ട്രീ ആയിരിക്കും. ഇനി നാലാമത്തത് പ്രമാണയിൽ പറയുന്നത് മീൻസ് ഓഫ് വാലിഡ് നോളജ്. അതായത് നമ്മൾ വാലിഡ് നോളജ് ആണെന്ന് പറഞ്ഞു, പ്രമയിലേക്ക് എത്താനുള്ള മീൻസ് ആണ്, അല്ലെങ്കിൽ മെത്തേഡ് ഓർ ടൂൾസ് ടു അക്വയർ കറക്റ്റ് നോളജ്. കറക്റ്റ് നോളജ് കിട്ടാനുള്ള ടൂൾസ് അല്ലെങ്കിൽ മെത്തേഡ്സ് ആണ് എന്ത്? പ്രമാണ. ഈ പ്രമാണ ഓരോ ഫിലോസഫിയിലും ഡിഫറൻ്റ് ആയിരിക്കും. ഈ ന്യായയിൽ വേറെ ആയിരിക്കും, വൈശേഷികയിൽ വേറെ ആയിരിക്കും, സാങ്കേതിക വേറെ. ഇങ്ങനെ ഓരോ സിസ്റ്റത്തിലും ഡിഫറെന്റ് പ്രമാണാസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ പ്രമാണാസ് ആണ് നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കുന്നത്. പ്രമാണസിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പെർസെപ്ഷൻ ഓർ പ്രത്യക്ഷ, ഇൻഫറൻസ് ഓർ അനുമാന, വെർബൽ ടെസ്റ്റിമോണി ഓർ ശബ്ദ, ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകാറുണ്ട്. അതായത് പെർസെപ്ഷൻ ആണെങ്കിൽ സെൻസസ് യൂസ് ചെയ്തുള്ള മെത്തേഡാണ്, എക്സ്പീരിയൻസ് യൂസ് ചെയ്തിട്ടുള്ള. ഇൻഫറൻസ് ആണെങ്കിൽ ലോജിക്കൽ റീസണിങ് ഉപയോഗിച്ചുള്ള മെത്തേഡാണ്. വെർബൽ ടെസ്റ്റിമോണി ആണെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സിലോ ടെസ്റ്റിലോ റിലേ ചെയ്തിട്ടുള്ള നോളജ്. അപ്പോൾ ഇങ്ങനെ ഓരോ ഫിലോസഫി ഓരോ സിസ്റ്റം മാറുന്നതിനനുസരിച്ചും പ്രമാണം ഓരോ രീതിയിലായിരിക്കും. ഇനി അഞ്ചാമത്തെ ടോപ്പിക്ക് പ്രമന്യവാദ എന്ന് പറഞ്ഞാൽ വാലിഡിറ്റി ഓഫ് നോളജിന്റെ തിയറിയാണ്. തിയറി ഓഫ് വാലിഡിറ്റി ഓഫ് നോളജിനെയാണ് പ്രമന്യവാദ എന്ന് പറയുന്നത്. അതായത് നോളജിനെ എന്താണോ വാലിഡ് ആക്കുന്നത് അല്ലെങ്കിൽ അതിനെ വിശ്വാസയോഗ്യമാക്കുന്നത് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് പ്രമന്യവാദ. ഇനി ഇത് നമുക്ക് എങ്ങനെ ഒരു നോളജ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യാനും
സഹായിക്കുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ന്യായ ഫിലോസഫി പറയുന്നത് നോളജ് വാലിഡ് ആയിരിക്കും, അത് മാച്ച് ആവുന്നത് അല്ലെങ്കിൽ കറസ്പോണ്ട് ആവുന്നത് റിയൽ വേൾഡ് ആയിട്ടായിരിക്കും. സോ അതാണ് അതിന്റെ പ്രമണ്യവാദം. ഇനി ആറാമത്തതും ലാസ്റ്റുമായിട്ടുള്ള ടോപ്പിക്ക് ഖ്യാതിവാദം. ഖ്യാതിവാദം പറയുന്നത് തിയറി ഓഫ് എറർ ഓർ റോങ് നോളജ്. അതായത് നേരത്തെ പറഞ്ഞത് വാലിഡ് നോളജ്, പ്രമണ്യവാദിയും ഖ്യാതിവാദിയും. പ്രമണ്യവാദ ട്രൂ നോളജിന്റെ തിയറി, ഖ്യാതിവാദ എറർ ഓർ റോങ് നോളജിന്റെ. അതായത് ഇതിൽ പറയുന്നത് നമ്മൾക്ക് കിട്ടിയ അവിടെ ഉണ്ടായ നോളജിലുള്ള മിസ്റ്റേക്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഖ്യാതിവാദം. ഇതിലും ഓരോ സിസ്റ്റത്തിലും ഓരോ വ്യൂസ് ആയിരിക്കും. അതായത് വാലിഡ് നോളജിന് ഓരോ വ്യൂസ് ഉണ്ടെന്ന് പറയും പോലെ റോങ് നോളജിനും ഓരോ വ്യൂസ്. എക്സാമ്പിൾ ആയിട്ട് ബുദ്ധിസത്തില് എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ, അതായത് നമ്മൾ റോപ്പിനെ കണ്ടിട്ട് സ്നേക്കായിട്ട് തെറ്റിദ്ധരിക്കുന്നു എന്ന് പറയുന്ന കോൺസെപ്റ്റിന് അസത്ഖ്യാതി എന്നാണ് പറയുന്നത്. അസത്ഖ്യാതി. ഇനി ജൈനിസത്തിലാണെങ്കിൽ പാർഷ്യൽ നോളജിനാണ് ഇത് ഇങ്ങനെ പറയുന്നത്. അതായത് പാതി മാത്രം അറിഞ്ഞു വെക്കുക. അതായത് നമ്മൾ ആ മെറ്റീരിയൽ, അതായത് അതിപ്പോ വെദർ സ്നേക്ക് ഓർ റോപ്പ് ആയാൽ പോലും അതിന്റെ ഷേപ്പ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ശ്രദ്ധിക്കുന്നുള്ളൂ. അതിനെ സത്ഖ്യാതി എന്ന് പറയും. അതായത് എറർ അല്ലെങ്കിൽ മിസ്റ്റേക്ക് എന്നാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ. ഇങ്ങനെ ഈ 6 കോൺസെപ്റ്റുകൾ, അതായത് പ്രമ, പ്രമേയ, പ്രമാദ, പ്രമാണ, പ്രമണ്യവാദ, ഖ്യാതിവാദ, ഈ 6 കോൺസെപ്റ്റും കൂടി ഒരുമിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നോളജ് നമ്മൾ വാലിഡാണ്. തിയറി ഓഫ് നോളജിനകത്ത് ഇത്രയും കോൺസെപ്റ്റുകൾ മെയിൻ ആയിട്ടുണ്ട്. ഇതില് നോളജ് എങ്ങനെ അക്യൂർ ചെയ്യുന്നു, ഹൗ നോളജ് ഈസ് അക്യൂർഡ്, പ്രമാണ, വാട്ട് ഈസ് നോൺ, അതിൽ എന്താണ് പഠിച്ചതെന്ന് പറയുന്നത് പ്രമേയ, ഹൂ നോസ് ഇറ്റ്, ആരാണ് പഠിക്കുന്നതെന്ന് പറയുന്നത് പ്രമാദ, അത് വാലിഡ് ആണോ അല്ലയോ, വെദർ ഇറ്റ് ഈസ് വാലിഡ് എന്ന് ചോദിക്കുന്നത് പ്രമ അല്ലെങ്കിൽ പ്രമണ്യവാദ, അതിൽ എവറുണ്ടോ എന്ന് നോക്കുന്നത് ഖ്യാതിവാദം. ഇങ്ങനെ ഇതിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. അപ്പം ഓരോന്നായിട്ട് തുടങ്ങാം. ന്യായയുടെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഇതിൽ പറയുന്നത്. ന്യായ എന്ന് പറയുന്ന സ്കൂൾ അല്ലെങ്കിൽ ആ ഫിലോസഫി, ആ സിസ്റ്റം ഫൗണ്ട് ചെയ്തിരിക്കുന്നത് സെയ്ജ് ഗൗതമയാണ്. GOTAMA, ഗൗതമ. നമ്മൾ അതിനെ ഗൗതമ എന്ന പേരിലും അക്ഷപദ എന്ന് പറയുന്ന പേരിലും അദ്ദേഹത്തെ അറിയപ്പെടാറുണ്ട്. ഇനി ന്യായ എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം ആർഗ്യുമെന്റേഷൻ എന്നാണ്. അതായത് ആർഗ്യൂ ചെയ്യുക, തർക്കം. അതുകൊണ്ട് തന്നെ അതിന് ഈ സിസ്റ്റം സൂചിപ്പിക്കുന്നത് ഇന്റലക്ച്വൽ, അതുപോലെ തന്നെ അനലറ്റിക്, ലോജിക്കല്, ഫോക്കസിങ് ഓഫ് നോളജ് ആണ്. അതായത് നോളജിനെ ഇത് ഫോക്കസ് ചെയ്യുന്നത് ഇന്റലക്ച്വൽ, അനലറ്റിക്, അതുപോലെ തന്നെ ലോജിക്കൽ വേയിലാണ്. ഇനി ഇതിനെ നമ്മൾ പറഞ്ഞു ആർഗ്യുമെന്റേഷൻ, തർക്കമാണ്, തർക്കശാസ്ത്രം അഥവാ സയൻസ് ഓഫ് റീസണിങ്, പ്രമാണശാസ്ത്ര അഥവാ സയൻസ് ഓഫ് ലോജിക് ആൻഡ് നോളജ്, ഹേതുവിദ്യ അഥവാ സയൻസ് ഓഫ് പ്രോസസ്, വാദവിദ്യ അഥവാ ദ സയൻസ് ഓഫ് ഡിബേറ്റ്, അന്വീക്ഷികി അഥവാ ദ സയൻസ് ഓഫ് ക്രിട്ടിക്കൽ സ്റ്റഡി. ഇത്രയും പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഗൗതമയുടെ ന്യായ എന്ന് പറഞ്ഞ ന്യായസൂത്ര എക്സ്പ്ലെയിൻ ചെയ്തത് വാത്സ്യായനയാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന വർക്കാണ് ന്യായ ഭാസ്യ. ന്യായ സിസ്റ്റത്തിലെ ഒരു പ്രധാനപ്പെട്ട വർക്കാണ് ന്യായ ഭാസ്യ. ഇനി ഉദ്യോടകര എന്ന് പറയുന്ന ആള് ഇതിനെക്കുറിച്ച് ഒരു കമന്ററി എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വർക്കില്. വർത്തിക. പിന്നെ വാസ്പതി ഉദ്യോഗനയുടെ വർക്കിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, തത്പര്യതിക. ഇനി ഉദ്യായന എഴുതിയിട്ടുള്ള വേറൊരു വർക്കാണ് ന്യായ കുസുമംഗലി. ഇതെല്ലാം ഇതിലെ ഇമ്പോർട്ടന്റ് വർക്ക്സ് ആണ് ന്യായയുടെ. ഇനി ജയന്ത ജയന്ത എന്ന് പറയുന്ന ഫിലോസഫർ എഴുതിയ ഒരു വർക്കാണ് ന്യായമഞ്ജരി. പിന്നെ ന്യായ അഥവാ മോഡേൺ സ്കൂൾ ഓഫ് ഇന്ത്യൻ ലോജിക് എന്ന് പറയുന്നത് എഴുതിയിരിക്കുന്നത് ഗംഗേഷ. പിന്നെ ഇതിലുള്ള മെയിൻ ലൊജീഷ്യൻസ് ആണ് വാസുദേവ, രഘുനാഥ, മധുരനാഥ, ജഗദീശ, ഗദധാര.